എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടക്കാൻ വേണ്ടി പോണതേ ഒരു സർപ്രൈസ് ചേസ് ഡെലിവറി ആണ്. രാവിലെ 11:30 ആയപ്പോ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു പരിപാടി ഉണ്ട്, നീ ഫ്രീ ആണെങ്കിൽ വരാനായിട്ട്. എന്താണ് ഇത്ര പെട്ടെന്നൊരു ചേസ്? അല്ല, അതിന്റെ മെയിൻ കാരണക്കാരൻ ഇവനാണ്. അതായത് 2025 ഡിസംബറിൽ ഞാൻ വേണ്ട 26 എടുത്താമെന്ന് പറഞ്ഞു. അപ്പൊ സുധീരൻ ഇരിക്കട്ടെ വരണം, സുധീരൻ എന്തായാലും പരിപാടിക്ക് ഇറങ്ങല്ലേ, എന്തായാലും നന്നാവട്ടെ എന്ന് പറഞ്ഞ തുടക്കം വെച്ചത് സുനീഷാണ്. സുനീഷിന് ഒരു സ്വഭാവമുണ്ട്, വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ എടുത്തോ മറ്റേ പൂരത്തിൽ പോയിട്ട് പഠിക്കാനുള്ള. അപ്പൊ അങ്ങനെ സുനീഷ് 2025 നവംബറിൽ നമ്മൾ സംസാരിച്ചു. ഭഗവാന്റെ ഡെലിവറിയിലേക്ക് തീരുമാനമായി. അങ്ങനെ ഭഗവാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് 2026 നമുക്ക് പെട്ട സാധനം പടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സുനീഷ് വീണ്ടും വന്നു, സംസാരിച്ചു. അത് ഈ സംസാരിക്കുന്ന ശൈലി ഉണ്ടല്ലോ, എന്റെ ഡിഫറെന്റ് ആണ്. അതായത് നമ്മുടെ കുടുംബത്തൊരു അംഗം സംസാരിക്കുന്ന പോലെ വന്നിട്ടാണ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. ആലോചിക്കാൻ നിൽക്കണ എനിക്ക് ഇതില് സുനീഷിനോട് ഒന്നുകൂടി റെസ്പെക്ട് കൂടാൻ വേറെ കാര്യം പറയാം. 2017 ഞാൻ ഇവിടെ വന്നിട്ട് ഇതേ മണ്ണിൽ വന്നിട്ട് ഞാൻ റേറ്റ് വെച്ച സമയത്ത് ഡിസ്കൗണ്ട് വെച്ചപ്പോ അന്ന് ലൈലൻ എന്ന് പറഞ്ഞ മോണോപ്പോളിയാണ്. അന്ന് ഒരു സംശയമില്ല, ലൈലൻ എന്നുള്ള ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഒരെണ്ണം രണ്ടര കൊണ്ടുവരുമ്പോൾ ഡിസ്കൗണ്ട് വയ്ക്കും. അന്നത്തെ ലൈലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. അപ്പൊ അന്ന് നമ്മൾ എടുത്തില്ല, മടങ്ങിപ്പോയി. അത് കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ഐശ്വറിലേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ കയറി വന്നു. 2 പ്രാവശ്യം വന്നപ്പോ ലൈലന്റെ ബിസിനസ്സിൽ ഏറ്റവും സൂപ്പറാണെന്ന് എന്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണത്. ഒരു മിസ്റ്റേക്കിനെ അവർക്ക് പറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് ഡീപ്പായി പഠിച്ച് അതിനെ ക്ലാരിറ്റി ചെയ്യാൻ അവരുടെ ടീം, അതില് സുനീഷിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം നമുക്ക് മാനസികമായിട്ട് ലൈലന്റ് എന്നുള്ള ബ്രാൻഡ് അതിന്റെ ഓർഡർമാർ എവിടെ ഇരിക്കുന്നു നമ്മളൊക്കെ അറിയുന്നത് സുനീഷിനെ പോലെ ആളുകളിലാണ്. അപ്പൊ സുനീഷ് വന്നിട്ട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടേ, നമുക്ക് തീർക്കാൻ എന്താ വേണ്ടേ എന്നുള്ള ആ ചോദ്യത്തിന് അവൻ ചോദിച്ചോണ്ട് മാത്രം നമ്മുടെ ഇതാവില്ല. പക്ഷെ എല്ലാം കൂടി ലോണും അല്ലെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ഫണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അതായത് സുനീഷ് ഞാൻ നമ്മുടെ ടൈപ്പില് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ സുനീഷിനെ പിടിച്ചോടെ നിർത്തിയേക്കുന്നത്. ഇന്ന് 2026 ലൈലൻഡ് നമുക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പ്രൗഡി തന്നെ എൻ്റെ ഡിഫറെന്റ് ആണ്. അത്രത്തോളം നമ്മളവർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കസ്റ്റമറെ എപ്പോഴും കൈക്കുമ്പിളിൽ നിർത്താൻ പഠിച്ച ഏത് ബ്രാൻഡും അത് കറക്റ്റാണ്. സുരേഷിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നന്ദി.